ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അനുദിന ജീവിതത്തിൽ അസുഖങ്ങൾ ഏറി വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഭക്ഷണ സാധനങ്ങളിൽ എണ്ണ, അതുപോലെയുള്ള നെയ്യ്, ഈ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇല്ലാതെ നമുക്ക് 4 മണിക്കാണെങ്കിലും ഒക്കെ ഒരു ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഇതെന്ന്. മോമോസ് എന്ന് പറയുന്ന ഒരു പലഹാരമാണ്. ഇതിന് എണ്ണയൊന്നുമില്ല, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പം നമുക്ക് ഇതിനാവശ്യത്തിനായിട്ടുള്ളത് ഒരു എന്തേരെയാണോ നമുക്ക് വേണ്ടത് കുറച്ച് മതി കേട്ടോ. അധികം സാധനത്തിൻ്റെ ആട്ടയുടെ ആവശ്യമില്ല. ഇത് മൈദയാണ്. മൈദ നമുക്ക് എന്തേരെയാണോ ആവശ്യം അത്രയും, കാരണം നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എന്തേരെ എണ്ണം വേണം. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും മൈദ എടുത്തപ്പോൾ തന്നെ എനിക്ക് 12ഓളം കിട്ടി, 12-13 മോമോസ് കിട്ടി. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിയിലേക്ക് കഴിഞ്ഞ് ലൂസൊന്നും ആവേണ്ട, ചപ്പാത്തി പോലെ തന്നെ അത്രയും ലൂസിൽ നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒരു കുറച്ച് എണ്ണ എടുത്ത് അത് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ബോളിനകത്ത് വെച്ച് നല്ലപോലെ അടച്ച് അതവിടെ സൈഡിൽ മാറ്റി വെക്കുക. അതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ, ഒരു 15 മിനിറ്റോളം അതവിടെ ഇരുന്ന് ഇരിക്കട്ടെ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ പച്ചക്കറികളാണോ വേണ്ടത് ആ പച്ചക്കറികൾ എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കുക. ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ള പച്ചക്കറികൾ ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ മുളക്, ഉള്ളി, ഇത്രയും സാധനങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം.
അപ്പോൾ ഞാനിവിടെ നമ്മുടെ പച്ചക്കറികളൊക്കെ ചോപ്പ് ചെയ്യുകയും ഗ്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് എന്തെങ്കിലും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്ന് കുഴച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റ് അവിടെ മൂടി വെക്കുക. കാരണം ഈ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പം ആ വെള്ളം നമുക്കൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് അവിടെ മൂടി വെക്കുന്നത്. ആ സമയം കൊണ്ട് ഒന്ന് മുളക് എന്തേരം മുളകാണോ ആവശ്യത്തിനുള്ള എരിവിന് ഉള്ള മുളക് എടുത്താൽ മതി. കാരണം നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ മുളക് എടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് എടുക്കാം, കുറവാണ് വേണ്ടതെങ്കിൽ കുറഞ്ഞ മുളക് എടുത്താലും മതി. എന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഈ സംഭവം നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കുക. നല്ല പോലെ നമ്മുടെ കൈയും കൊണ്ട് അതിനെ ഞെക്കി പിഴിഞ്ഞ് എടുക്കുക. നമുക്ക് ഇത് ചിക്കൻ മോമോസും വേണമെങ്കിൽ ആക്കാം കേട്ടോ. ചിക്കനും മീറ്റും ഏത് മീറ്റ് വേണേലും നമുക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ചിക്കനോ ഫിഷോ എന്ത് വേണേലും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. നമുക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ എന്ന് പറഞ്ഞാൽ ചിക്കനോ അങ്ങനെ മീറ്റ് അല്ലെങ്കിൽ മഷ്റൂം അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് അത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് പൊടിച്ച് ഒന്ന് ഇടണം. മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇടാൻ. അപ്പോൾ അത്രയും വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് കളയാം, അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഒരു ഇഞ്ചി ചതച്ച് ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് ബാക്കി മുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി പൊടിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പില ഇടുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടിയും നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക. വേറെ ഒന്നും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അടുത്തത് നമ്മുടെ മൈദ എടുക്കുക. മൈദയൊന്ന് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടില്ലേ 15 മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് മൂടി. അപ്പോൾ ആ സംഭവം എടുക്കുക, ഒന്നും കൂടി ഒന്ന് കുഴയ്ക്കുക. കൗണ്ടർ ടോപ്പ് ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് കൂടി ഒന്ന് കുഴച്ച് എടുക്കാം. ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. കാരണം നമ്മൾ ആദ്യം പച്ചക്കറി ഉപ്പിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പ് അധികമായിപ്പോവും. സോ ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല. അത് പിഴിഞ്ഞെടുത്തപ്പോൾ തന്നെ ഉപ്പ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ചേർക്കാവുള്ളൂ. ഓക്കെ, ഇല്ല എങ്കിൽ ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നേ ഇല്ല. കാരണം അതിനുള്ള ഉപ്പ് ആ പച്ചക്കറിയിൽ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ആട്ട ഒന്നും കൂടി ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ച് അതിൻ്റെ കഴിഞ്ഞിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഉരുട്ടി എടുക്കുക. ഇനി അതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഒന്ന് മുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മൈദയ്ക്കകത്തൊന്ന് മുക്കിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ നമ്മളതൊന്ന് പരത്തിയെടുക്കുകയാണ്. എനിക്ക് ഒരിക്കലും റൗണ്ട് കിട്ടാറില്ല. അത് ചപ്പാത്തി ആണെങ്കിലും കിട്ടാറില്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയാൽ അതൊന്നും ഒരിക്കലും റൗണ്ട് ആവാറില്ല. ഓക്കെ, നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ റൗണ്ട് പോലെയൊക്കെ ഇങ്ങോട്ട് പരത്തി ഉണ്ടാക്കുകയാണ്. സോ നൈസായിട്ട് ഉണ്ടാക്കണം കേട്ടോ. നൈസായിട്ട് പരത്തണം. നൈസായിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ നടുക്കോട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ റൗണ്ട് ആക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. പക്ഷെ ആവത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കിയതാണ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്നുള്ള രീതിയിൽ. പക്ഷെ നടന്നില്ല അതൊന്നും. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറി അതിനകത്തോട്ട് വെക്കുക. എന്നിട്ട് സൈഡ് ഇങ്ങനെ പിടിച്ച് വട്ടത്തിൽ ചുറ്റിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മോമോസിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇത്ര വളരെ എളുപ്പത്തിൽ നമുക്ക് ആക്കാം. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാ മോമോസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മുടെ ചോറ് വാർക്കുന്ന ഒരു പാത്രമില്ലേ, ആ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിലാണേലും എങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് എടുക്കാം. സോ അതിന് മുന്നേ ഗ്യാസ് കത്തിച്ചപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ചട്നിക്കുള്ള ഒരു കാര്യം. ചട്നി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഒരു 1-2 തക്കാളി എടുക്കുക. അതിൻ്റെ ഒന്ന് സ്കിന്ന് പീൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗ്യാസേ വെച്ചൊന്ന് വട്ടം ചുറ്റിച്ച് അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ സ്കിൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പൊളിഞ്ഞിങ്ങോട്ട് വരും. അപ്പം നമുക്ക് എളുപ്പമാണ്. അതൊന്ന് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പെട്ടെന്നാവുകയും ചെയ്യും കേട്ടോ. ഒരു ചെറിയൊരു പൊട്ടലും ചീരലൊക്കെ ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഞാനിവിടെ ഒരു 4K കുത്തിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ 4Kയിലൊക്കെ കുത്തി നമ്മൾ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതിനകത്ത് ആവശ്യത്തിന് ഞാനിതുപോലെ പാത്രത്തിനകത്ത് വെള്ളം വെച്ചു. നമുക്ക് ഇത് വേണ്ടേ, മീൻസ് ആവി കയറ്റണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇനി ആ വെള്ളം ഒന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട്, ആ വെള്ളം തിളയ്ക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ടൊമാറ്റോ പീൽ ചെയ്തെടുക്കാം. ടൊമാറ്റോ ഞാൻ പെട്ടെന്ന് പീൽ ചെയ്ത് കിട്ടും നമുക്ക് കണ്ടോ. പെട്ടെന്ന് നമ്മുടെ കയ്യിലോട്ട് പീൽ ചെയ്ത് അത് കിട്ടും. അങ്ങനെ പീൽ ചെയ്ത് എടുക്കുക. പീൽ ചെയ്ത് അത് മിക്സിയുടെ ജാറിനകത്തോട്ട് ആഡ് ചെയ്യുക.
അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് അധികം ചെറുതൊന്നും ആക്കണ്ട, കാരണം തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് ഇതായി കിട്ടും, ചട്നിയായി കിട്ടും. ഇനി അതിനകത്തോട്ട് ഒരു അര സവോള ഇടുക. അതേപോലെ തന്നെ വത്തൽ മുളകില്ലേ, നമ്മുടെ കൊമ്പൻ മുളക് ഉണങ്ങിയത്, അത് ഒന്നോ രണ്ടോ നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക. ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആവിക്ക് വെക്കാനുള്ള മോമോസ് എടുത്ത് വെക്കുന്നു. അതൊന്ന് കവർ ചെയ്ത് വെക്കുന്നു. ഒരു 10 മിനിറ്റ് അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടൊമാറ്റോ ജാറിനകത്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടൊമാറ്റോ ചട്നി ആക്കി എടുത്തിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല നമ്മളതിനകത്ത്. ജസ്റ്റ് ആ ടൊമാറ്റോ അത്രയും നമ്മൾ ഇട്ട സാധനം തന്നെ അരച്ചെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ അതിൻ്റെ ഒരു കണക്കെന്നൊക്കെ പറയുന്നത്. ചട്നി പോലെ തന്നെ ഉണ്ടാവും. സോ അത് ആയി. നമ്മുടെ മോമോസ് എടുക്കുക, ചട്നിയിൽ മുക്കുക, കഴിക്കുക. അത്രയേ ഉള്ളൂ. നമുക്കിനി വേറെ പരിപാടികളൊന്നുമില്ല. സോ പെട്ടെന്ന് എണ്ണയൊന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ് ഇത്. 4 മണി പലഹാരമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.